കൂടും, ആയിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ വേഗം കൂടും. അതിനെ ക്ഷത്രിയയാമം എന്ന് പറയും. അതായത് സമയത്തിനും മനസ്സിനും വലിയ ഒരു ബന്ധമുണ്ട്. സൂര്യോദയത്തിന് മുമ്പേ ഉള്ള 2.25 ബ്രഹ്മമുഹൂർത്തം, സൂര്യോദയത്തിന് ശേഷമുള്ള 2.25 മണിക്കൂർ സരസ്വതിയാമം, അത് കഴിഞ്ഞാൽ ക്ഷത്രിയയാമം. അപ്പം ക്ഷത്രിയയാമം എന്ന് പറയുമ്പോൾ ശരീരം അങ്ങനെ വേഗം കൂടും. അതുകൊണ്ടാണ് നമ്മൾ ജോലിക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. അതേപോലെ സന്ധ്യയ്ക്കും സരസ്വതിയാമമുണ്ട്. വൈകുന്നേരം ആ ഒരു 5-7 മണിക്കകത്ത്, 5 മണി തൊട്ട് 7 മണിക്കകത്ത് സരസ്വതിയാമം. പൂജാകർമ്മങ്ങൾക്കും മന്ത്രങ്ങൾ ചൊല്ലാനും അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും ആ സമയം ഉപയോഗപ്പെടും. അത് കഴിഞ്ഞാൽ രാത്രി 11 മണി മുതൽ 1 മണി വരെ ഭൂതയാമം, 1 മുതൽ അർദ്ധരാത്രി 3 മണി വരെ പ്രേതയാമം. ഭൂതപ്രേത പിശാചുക്കളുടെ സമയമാണ്. അപ്പോൾ സാത്വികന്മാരായ ആൾക്കാർ എല്ലാ കർമ്മവും കഴിഞ്ഞ് രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ ഉറങ്ങാൻ പോകും. കാരണം 10 മണി 10:30 കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ രാക്ഷസീയ ഗുണങ്ങൾ പുറത്തു വരും. ഇപ്പം തെറ്റായ സ്വഭാവങ്ങളുണ്ട്, മോഷണം ചെയ്യണം, കൊലപാതകം ചെയ്യണം, ഈ ചിന്തയൊക്കെ നട്ടുച്ചയ്ക്ക് 12 മണിക്ക് നമുക്ക് വരുമോ, രാത്രി 10-11 മണിക്ക് ശേഷം വരുമോ? എപ്പോഴാണ് ഇത്തരം ചിന്തകൾ ഉണ്ടാവുക? എല്ലാം അർദ്ധരാത്രിയെ ഇത്തരം ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ. സമയത്തിനും ആ ചിന്തകൾക്കും സമയത്തിനും മനസ്സിനും വലിയ ഒരു ബന്ധമുണ്ട്, വലിയ ഒരു സ്വാധീനമുണ്ട്. ഇപ്പോൾ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്ന ഒരാൾ അർദ്ധരാത്രി 2 മണിക്കിരുന്ന് പാട്ട് പഠിക്കാൻ പറ്റുമോ? രാത്രി 2 മണിക്കിരുന്ന് പാട്ട് പഠിക്കാൻ പറ്റുമോ? മനസ്സ് ആ കർമ്മത്തിനോട് യോജിക്കില്ല. അപ്പം സമയത്തിനും കർമ്മത്തിനും വലിയ ഒരു ബന്ധമുണ്ട്. ഇപ്പം സൂര്യോദയത്തിന് മുമ്പേ ഉള്ള 2.25 മണിക്കൂർ ബ്രഹ്മമുഹൂർത്തം, ആ സമയത്തിൽ ഭഗവാനെ പൂജിക്കാനുള്ള കാര്യങ്ങൾ അതെല്ലാം ചെയ്യാൻ പറ്റും. സൂര്യോദയം കഴിഞ്ഞിട്ടുള്ള 2.25 മണിക്കൂർ സരസ്വതിയാമം, മന്ത്രം ചൊല്ലുക, വേദം പഠിക്കുക, കുഞ്ഞുങ്ങൾക്ക് പുസ്തകം പഠിക്കുക, അതിനൊക്കെ പറ്റിയ നല്ലോണം ഗ്രഹിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ 8 മണിക്ക് ശേഷമുള്ള 2.25 മണിക്കൂർ ക്ഷത്രിയയാമം. ശരീരം സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെ വേഗം കൂടും. ഇങ്ങനെ ദിവസം വീതിച്ച് സന്ധ്യയ്ക്കുള്ള 2.25 മണിക്കൂർ സരസ്വതിയാമം എല്ലാ മംഗളകർമ്മത്തിനും പറ്റും, ഒരു 5 മുതൽ 7-7:30 വരെ. അത് കഴിഞ്ഞാൽ ഒരാൾ അവൻ്റെ ദിവസം പൂർത്തിയാക്കിയിട്ട് ഉറക്കത്തിലേക്ക്, ദിവസത്തിനെ അവസാനിപ്പിച്ച് ഉറക്കത്തിലേക്ക് പോകണം. പക്ഷെ കലിയുഗത്തിൻ്റെ ദോഷം എന്താന്ന് വെച്ചാൽ പലരും രാത്രി 10 മണിക്ക് ശേഷമാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങുന്നത്. 11 മണിക്ക് ഈ മൂങ്ങയെ പോലെ ഇങ്ങനെ വെളുക്ക ഇരിക്കും. 1 മണിയായാലും ഉറങ്ങില്ല, 2 മണിയായാലും ഉറങ്ങില്ല. അങ്ങനെ രാത്രി ഉറക്കം വരാതെ അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടോ? താമസിച്ച് ഉറങ്ങുന്നവർ ഇപ്പം ആരും കൈ ഉയർത്തില്ല. കാരണം അത് ഭൂതപ്രേത പിശാചുക്കളുടെ സമയമാണ്. ആ സമയത്തിൻ്റെ സ്വാധീനമുണ്ടാകും. ആലോചിച്ച് നോക്കും, മൃഗങ്ങളെല്ലാം, കോഴി, പശു, ആട്, നമ്മുടെ വീടുകളിലുള്ള മൃഗങ്ങളെല്ലാം അഴിച്ചു വിട്ടാൽ സന്ധ്യയ്ക്ക് ചെന്ന് വിളിക്കേണ്ട കാര്യമില്ല. സൂര്യൻ അസ്തമിക്കുന്ന നേരമാണെങ്കിൽ കോഴി പതുക്കെ അതിൻ്റെ കൂട്ടിലേക്ക് ഒതുങ്ങോ? പശു തിരിച്ച് അതിൻ്റെ തൊഴുത്തിൽ തന്നെ, അതിൻ്റെ സ്ഥലത്ത് തന്നെ തിരിച്ചു വരുമോ? എല്ലാ ജന്തു ജീവജാലങ്ങളും അതിൻ്റെ സ്ഥലത്ത് വരും. നമ്മുടെ മക്കൾ മാത്രം 1-2 വരില്ല. ഭൂതപ്രേത പിശാചുക്കളുടെ സമയമാണ്. അപ്പം ആ സമയം ഉറങ്ങാതെ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കൂട്ടിരിക്കുന്നത് ആരാ? ബ്രഹ്മമുഹൂർത്തം, രാവിലെ സൂര്യോദയത്തിന് മുമ്പേ ഉള്ള 2.25 മണിക്കൂർ ബ്രഹ്മമുഹൂർത്തം ഭഗവാൻ ഒരു വിളിപ്പുറത്താണ്. കാരണം ആ സമയം നമ്മുടെ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എല്ലാം ശുദ്ധമായിരിക്കും.
അതേപോലെ രാത്രി 11 മണി കഴിഞ്ഞാൽ ഭൂതപ്രേത പിശാചുക്കളുടെ സമയമാണ്. ശിവൻ തൻ്റെ ഭൂതഗണങ്ങളെ അഴിച്ചുവിടുന്ന സമയം. അവർക്കും ഒരു സമയം വേണ്ടേ ചുറ്റിക്കറങ്ങാൻ, അതുകൊണ്ട് അതിനുള്ള സമയമാണ്. അപ്പോൾ എന്ത് കർമ്മം ചെയ്താലും ആര് കൂട്ടുനിൽക്കും? ഭൂതപ്രേത പിശാചുക്കൾ കൂട്ടുനിൽക്കും. അതിൻ്റെ ഫലവും ആസുരിക ഫലമായിരിക്കും. അതുകൊണ്ടാണ് ആ സമയത്ത് ഉറങ്ങുക. ഒരു സാധാരണ മനുഷ്യൻ, സാത്വികനായ മനുഷ്യൻ, ഒരു 6-6.5 മണിക്കൂർ ഉറങ്ങുന്ന ആള് സാത്വികനായ മനുഷ്യൻ. 8-10 മണിക്കൂർ ഉറങ്ങുന്നവൻ തമോ ഗുണജീവി. തമോ ഗുണത്തിലാണ് അത്രയും നേരം ഉറങ്ങുന്നവൻ. 3 മണിക്കൂർ 4 മണിക്കൂർ ഉറങ്ങുന്നതും ദോഷമാണ്, അത് രജോ ഗുണമാണ്. കുറച്ച്. അതുകൊണ്ട് ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നു, യുക്ത ആഹാര വിഹാരശ്ച യുക്ത ചേഷ്ടസു കർമ്മഷു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ആരാണ് ബാലൻസ്ഡ് ഫുഡ് കഴിക്കുന്നവൻ? പട്ടിണി കിടക്കാനും പാടില്ല, എന്നാൽ വാരി വലിച്ച് കഴിക്കാനും പാടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഒരു നേരം കഴിക്കുന്നവൻ ആരാ? കേൾക്കുന്നില്ല? യോഗി. ഒരു ദിവസം ഒരു നേരം കഴിച്ചാൽ യോഗി, ഒരു ദിവസം 2 നേരം കഴിച്ചാൽ ഭോഗി, 3 നേരം കഴിച്ചാൽ രോഗി, 4 നേരം കഴിച്ചാൽ ദ്രോഹി. അവൻ അടുത്തവൻ്റെയും കൂടെ എടുത്ത് കഴിക്കുക. അപ്പോ യുക്ത ആഹാര വിഹാരസ്യ, ഭക്ഷണത്തിന് ഒരു മിതമായ ക്രമം. എങ്ങനെ? ആയുർവേദം ഒരു ട്രയാങ്കിളിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു മുക്കോണ ആകൃതി. എങ്ങനെയെന്ന് വെച്ചാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിക്കുക. ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, മുക്കോണ ആകൃതി. രാവിലെ കൂടുതൽ കഴിക്കുക. രാജകുമാരനെ പോലെ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക. ഉച്ചയ്ക്ക് രാജഭോഗ, രാജാവിനെ പോലെ കഴിക്കുക. രാത്രി ഭിക്ഷക്കാരനെ പോലെ കഴിക്കുക. അപ്പോൾ ശരീരം എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. രാവിലെ നല്ലോണം കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കുക, സന്ധ്യയ്ക്ക് ഭിക്ഷക്കാരനെ പോലെ കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടി, ഒരു മുക്കോണ ആകൃതി. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചത്? നമ്മുടെ ഈ ട്രയാങ്കിൾ തിരിഞ്ഞുപോയി. രാവിലെ എല്ലാവർക്കും തിരക്കോട് തിരക്ക്, ഫാസ്റ്റ് ഫുഡ് പോലെ കിട്ടിയ എന്തെങ്കിലും, പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും, ഓഫീസിൽ ടിഫൺ. രാത്രി വന്നിട്ട് വീട്ടിൽ ബാക്കിയുള്ളതും ചട്ടിയിലുള്ളതും ഓർഡർ ചെയ്തത് എല്ലാം കൂടെ. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ വയറുഭാഗവും കയറി അങ്ങ് വീർത്തു. ആയുർവേദം പറയുന്നു, തലതിരിഞ്ഞ ഭക്ഷണ രീതിയാ. അതിമനോഹരമായ ഒരു ശ്ലോകം ആയുർവേദത്തിലുണ്ട്. നീ കഴിക്കുന്ന ആദ്യത്തെ 4 കൈപ്പിടിച്ചോറ് നിനക്കും, രണ്ടാമത് കഴിക്കുന്ന 4 കൈപ്പിടിച്ചോറ് വൈദ്യനും വേണ്ടിയാണ് എന്നാണ്. എന്താ അർത്ഥം? ആദ്യം കഴിക്കുന്നത് എനിക്കും, പിന്നെ കഴിക്കുന്നതെല്ലാം ആർക്ക് വേണ്ടിയാ? വൈദ്യന് വേണ്ടിയാ. വയറ് കുറച്ച് സമയം കൊണ്ട് തൃപ്തിയാകും, നാവ് തൃപ്തിയാകില്ല. അതെന്താ? ഉഴുന്നുവടയാ, അന്ന് 2 ഇരിക്കൽ. അതോ അതാ കുറച്ചിരിക്കൽ. വയറ് ഓക്കെ ആയി, പക്ഷെ എന്ത് ഓക്കെ ആയില്ല? നാവ് തൃപ്തിയായില്ല. അപ്പോ ഭക്ഷണക്രമത്തിനും മനസ്സിനും, സമയത്തിനും മനസ്സിനും നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് ആധ്യാത്മിക വ്യക്തികൾ എന്താ ചെയ്യേണ്ടത്? ഒരു 10-10:30 ആകുമ്പോൾ ഉറങ്ങുക, രാവിലെ 4-4:30 എണീക്കുക. ഈ ഒരു കൃത്യമായ 6 മണിക്കൂർ ഉറക്കം മതി, പല അസുഖങ്ങളും ഇല്ലാതെ ആകും. ശരിക്കും അസുഖങ്ങളെല്ലാം ആദ്യം മനസ്സിൽ വേരുണ്ടായിട്ട് പിന്നെയാണ് ശരീരത്തിൽ വരുന്നത്. മനസ്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പകുതി അസുഖം വരില്ല. മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോൾ BP കൂടാറുണ്ടോ? ഇല്ലേ? മനസ്സിൽ പ്രയാസമുള്ളപ്പോൾ, അപ്പം മനസ്സിലാണ് അതിൻ്റെ പേര്. മനപ്രയാസമുള്ളപ്പോൾ BP കൂടും. BP കൂടിക്കഴിഞ്ഞാൽ കാഴ്ചയെ ബാധിക്കും, ദഹനം ബാധിക്കും, ഓരോ അസുഖമായിട്ട് വരും. മനസ്സ് ശാന്തമായി ഇരുന്ന് കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ആ മനസ്സിനെ ത്രാണനം ചെയ്യുന്നതത്രേ മന്ത്രം. മനസ്സിനെ മനസ്സിൻ്റെ ഒരു എക്സസൈസാണ് മന്ത്ര എന്ന് പറയുന്നത്. അപ്പൊ സമയത്തിനും മനസ്സിനും വലിയ ഒരു സ്വാധീനമുണ്ട്. ഈ കലിയുഗത്തിൽ ജീവിക്കുന്നവരെ സമയത്തോട് താരതമ്യപ്പെടുത്തി 4ആയിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. ഒന്ന്, സമയത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർ. ഇനിയൊന്ന്,
സമയത്തിൻ്റെ പുറകെ യാത്ര ചെയ്യുന്നവർ. മൂന്നാമത്തത് സമയത്തിന് മുമ്പേ യാത്ര ചെയ്യുന്നവർ. നാലാമത്തത് സമയത്തിന് വിരുദ്ധമായി യാത്ര ചെയ്യുന്നവർ. സമയത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവൻ ആരാ? സ്വാർത്ഥൻ. സമയത്തിൻ്റെ കൂടെ ഈ കക്ഷി ഈ പാർട്ടി ജയിച്ചാൽ അവിടെ കൂടും, ഇത് ജയിച്ചാൽ ഇവിടെ കൂടും, എനിക്കെന്ത് ലാഭം. ഇപ്പം ചിലപ്പോൾ നമ്മൾ ആൾക്കാരുടെ അടുത്ത് പറയാറുണ്ട്, നാമം ജപിക്കൂ, എന്നാൽ എന്ത് കിട്ടും എന്ന് ചോദിക്കും. സ്വാർത്ഥന്മാർ, എപ്പോഴും സമയത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർ. അവരും വലിയ കുഴപ്പക്കാരല്ല. സമയത്തിൻ്റെ പുറകെ യാത്ര ചെയ്യുന്നവൻ മടിയൻ. എന്ത് പറഞ്ഞാൽ നാളെ ആവട്ടെ, അടുത്ത തിങ്കളാഴ്ച തൊട്ടാകട്ടെ, പിന്നീടാകട്ടെ. അവന് ജീവിതത്തിലുള്ള പല അവസരങ്ങളും അവന് നഷ്ടമാകും. സമയത്തിൻ്റെ പുറകെ യാത്ര ചെയ്യുന്നവൻ. സമയത്തിന് വിരുദ്ധമായി യാത്ര ചെയ്യുന്നവൻ പാപി. ചെയ്യാൻ പാടില്ല എന്ന് ശാസ്ത്രം പറയുന്നതിനെ ചെയ്യുന്നവൻ. ഇത് ചെയ്യരുത്, ഇങ്ങനെ ജീവിക്കണം, അത് പാടില്ല, മത്സ്യമാംസാദികൾ ഭക്ഷണം ഉപേക്ഷിക്കുക, ചെയ്യത്തില്ല, അവർ പാപികൾ. സമയത്തിന് മുമ്പേ യാത്ര ചെയ്യുന്നവൻ വിഷണറി, ദീർഘദർശി. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പണ്ട് കാലത്ത് മുത്തശ്ശന്മാരെല്ലാം മറ്റേ മാവും ചക്കയൊക്കെ വെച്ചു. അവർ കഴിക്കാനാ? ഇല്ല. പിൻഗാമികൾ, തലമുറകൾ കഴിക്കാനാ. ഭാവി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ എത്ര പേർക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്? അതിശയമാണല്ലോ. എല്ലാവർക്കും ഏകദേശം ഉണ്ടാകും. ഭഗവാൻ ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, അതാണ് ലൈഫ് ഇൻഷുറൻസുകാർ മോഷ്ടിച്ചത്. ലൈഫ് ഇൻഷുറൻസിൻ്റെ സിമ്പിൾ കണ്ടാൽ ഒരു ദീപം ഉണ്ടാകും, അതിൻ്റെ താഴെ 2 കൈ ഉണ്ടാകും, അതിൻ്റെ താഴെ സംസ്കൃതത്തിൽ ഒരു വരി എഴുതിയിട്ടുണ്ടാകും, യോഗക്ഷേമം വഹാമ്യഹം എന്നൊരു വാക്കുണ്ടാകും. അത് ഭഗവത്ഗീത 9-ാം അധ്യായത്തിലുള്ള ശ്ലോകമാണ്. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യവിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഈ വരിയാണ് ഇൻഷുറൻസുകാർ കോപ്പി അടിച്ചത്. കൃഷ്ണ ഭഗവാൻ പറയുന്നു, അനന്യശ്ചിന്തയന്തോ മാം, വേറെ ചിന്തകളൊന്നും, അനന്യമായ ചിന്തകളില്ലാതെ, യേ ജനാ പര്യുപാസത്തെ, ആരാണോ എന്നെ ഉപാസിക്കുന്നത്, തേഷാം നിത്യവിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം, അവൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അത് ഞാൻ സംരക്ഷിക്കും, അവന് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് ഞാൻ നൽകുകയും ചെയ്യും. മെഷീനിൽ ജോലി ചെയ്യുന്ന സമയത്ത് കൈ മുറിഞ്ഞു പോയി, LIC-കാരന് പുതിയ കൈ തരുമോ? പുതിയ കയ്യോ കാലോ തരുമോ? പൈസയെ തരൂ. എല്ലാ നഷ്ടങ്ങളും പൈസ കൊണ്ട് നികത്താൻ സാധിക്കുമോ? പക്ഷെ ഭഗവാന്റെ ഇൻഷുറൻസ് കമ്പനി എന്താ പറയുന്നത്? തേഷാം നിത്യവിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിനെ ഞാൻ സംരക്ഷിക്കും, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ഞാൻ കൊടുക്കുകയും ചെയ്യും. എത്ര പേർക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ മെമ്പർ ആവണം? ഭഗവാന്റെ ഇൻഷുറൻസ് കമ്പനിയിൽ. അതിനും ചിലർ ആലോചിക്കാൻ വേണോ വേണ്ടേ? മഹാഭാരത യുദ്ധത്തിൽ നല്ല ഒരു ഉപദേശ പാഠമുണ്ട്. 18 ദിവസത്തെ യുദ്ധം കഴിഞ്ഞു, പാണ്ഡവര് വിജയിച്ചു. അപ്പൊ അർജുനന് ചെറിയ ഒരു മമത. സ്വന്തമായി കഷ്ടപ്പെട്ട് വീടുകൾ പണിത ആൾക്കാരുണ്ടാവല്ലോ ഇവിടെ. എത്ര പേരാ സ്വന്തമായിട്ട് വീട് വെച്ചത്? കുറേ പേര്. അത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ അഹങ്കാരം വരുമോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഇല്ല ഇല്ല, തീർച്ചയായിട്ടും വരും അല്ലേ? എന്തോ വലിയ സാധന ചെയ്തതുപോലെയും നമ്മളെന്തോ നേടിയതുപോലെയും ഉടനെ ബന്ധുമിത്രാദികളെല്ലാം വിളിച്ചിട്ട്, അറിയാമോ, ഈ കണ്ണട ഞാൻ ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നതാ, ഈ മാർബിൾ ഞാൻ ജയ്പൂരിൽ നിന്ന് കൊണ്ടുവന്നതാ, അതാ ഇതാ, ഇങ്ങനെ നമ്മുടെ സ്വന്തം കഥകൾ പറയും. സ്വാഭാവികം, എല്ലാവരും അങ്ങനെയൊക്കെയാണ്. അപ്പൊ 18 ദിവസം യുദ്ധവും കഴിഞ്ഞപ്പോ അർജുനന് ഒരു ചിന്ത, മനോഹരമായി യുദ്ധം ചെയ്തു ഞാൻ, പരാക്രമികളെല്ലാം തോൽപ്പിച്ചു, ഭീഷ്മരെയും കർണനെയും എല്ലാവരെയും തോൽപ്പിച്ചു. ചെറിയ ഒരു അഹങ്കാരം ഉണ്ടായി. രഥം ഇന്ദ്രപ്രസ്ഥത്തിൽ കൊട്ടാരത്തിൻ്റെ മുമ്പേ രഥം വന്ന് നിന്നു, കുതിരകളെല്ലാം നിന്നു. അർജുനൻ വിചാരിച്ചു, കൃഷ്ണ ഭഗവാൻ ആദ്യം രഥത്തിലിരുന്ന് ഇറങ്ങിപ്പോട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങാം. ഒരു അഹങ്കാരം. എന്താണ്? എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ
അങ്ങനെ ഒന്ന് ഗമയിലൊക്കെ ഒന്ന് നടക്കാം. അന്ന് നോക്കി കൃഷ്ണൻ രഥത്തിൽ നിന്ന് ഇറങ്ങുന്നില്ല. പറയാൻ പറ്റുമോ കൃഷ്ണ ഇറങ്ങിപ്പോന്ന്? അർജുനൻ കുറച്ചു നേരം കാത്തിരുന്നു, കൃഷ്ണ ഭഗവാൻ ഇറങ്ങുന്നില്ല. തൻ്റെ പദ്ധതിയെല്ലാം പൊളിഞ്ഞപ്പോൾ പിന്നെ അർജുനൻ മിണ്ടാതെ രഥത്തിൽ നിന്ന് ഇറങ്ങി കുറേ പോയി. അർജുനൻ ഒരുപാട് അകലെ പോയതിന് ശേഷം കൃഷ്ണ ഭഗവാൻ രഥത്തിലിരുന്ന് ഇറങ്ങി കാലുവെച്ചു. നിലത്ത് കാലുവെച്ച നിമിഷം ഭയാനകമായ ശബ്ദത്തോട് രഥം 1000 കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു. എന്താ സംഭവിച്ചത്? ഭീഷ്മരയച്ച അസ്ത്രം, കർണൻ, അശ്വത്ഥാമ, ദുര്യോധനൻ, ദുശാസനൻ, ശല്യർ ഇവരെല്ലാം അയച്ച അസ്ത്രങ്ങൾ ആ രഥത്തിൽ കുത്തിത്തറച്ചിരുന്നു. ഒന്നും പ്രവർത്തിച്ചില്ല. എന്തുകൊണ്ട് ആ അസ്ത്രങ്ങൾ പ്രവർത്തിച്ചില്ല? രഥത്തിൽ ആയിരുന്നത് കൊണ്ട്. ഭഗവാൻ ജയസ്തു പാണ്ഡുപുത്രാനാം തേഷാം പക്ഷ ജനാർദ്ദന. പാണ്ഡവന്മാർ എന്തുകൊണ്ട് വിജയിച്ചു? അവരെ കഴിവ് കൊണ്ടല്ല, തേഷാം പക്ഷ, അവരെ പക്കൽ ജനാർദ്ദനൻ ഉണ്ടായി. അർജുനൻ വിചാരിച്ച പോലെ ആദ്യം കൃഷ്ണ ഭഗവാൻ അങ്ങ് ഇറങ്ങി പോയിരുന്നെങ്കിലോ എന്ത് സംഭവിക്കും? അർജുനന്റെ കഥ തീരും ഇല്ലേ? അഹങ്കാര വിമൂഢാത്മാ കർത്ത അഹമിതി മന്യത്തെ. അഹങ്കാരിയായ മനുഷ്യൻ ഞാൻ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോ മനസ്സിനും സമയത്തിനും ബന്ധമുണ്ട്, മനസ്സിനും ഭക്തിക്കും ബന്ധമുണ്ട്. ഈ മനസ്സിനെ ശുദ്ധമായി വെക്കുന്ന പ്രക്രിയയാണ് നാമജപം. ദിവസം നമ്മൾ മന്ത്ര ത്രായത്തെ ഇതി മനഃ, മനസ്സിനെ അഴുക്കിലിരുന്ന് ഉയർത്തുന്നത്. ഇപ്പൊ ഇന്ന് ആധുനിക കാലത്ത് എത്രയോ അസുഖങ്ങൾക്ക് ആശുപത്രിയിൽ കൗൺസിലർമാരെ വെച്ചിട്ടുണ്ട്. അവരെ കൂടെ ചെന്ന് 1/4 മണിക്കൂർ ഇരിക്കുമ്പോൾ അവരിത് കഴിക്കണം, അത് കഴിക്കരുത്, ജീവിതശൈലി മാറ്റണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, കൗൺസിലർ എല്ലാം പറഞ്ഞിട്ട് ഒരു 4000 രൂപ ബില്ലും അടിച്ചു തരും. ഈ കാര്യമെല്ലാം ഭഗവത്ഗീതയും ഭാഗവതവും കാലങ്ങളായി ഫ്രീ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് വേണോ? വേണ്ട. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാശ് കൊടുത്ത് സ്വീകരിക്കും. ഈ ഓരോ സിദ്ധാന്തം, ഗീതയിലുള്ളത്, ഭാഗവതം, ഉപനിഷത്ത്, ഒരു വരി നമുക്ക് ജീവിതത്തിൽ പകർത്തിയാൽ മതി, ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് വെളിയിൽ വരാൻ സാധിക്കും. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ. ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം കീ. ഇനി അടുത്ത നമ്മുടെ വിഷയം രുക്മിണി സ്വയംവരമാണ്. വിവാഹം. അതായത് പണ്ട് കാലത്ത് വിവാഹവും ഇന്ന് വിവാഹം എന്ന കാഴ്ചപ്പാടിനും വലിയ വ്യത്യാസമുണ്ട്. ആ വേദകാലത്തിലുള്ള വിവാഹം എന്ന കാഴ്ചപ്പാട് ഇന്നത്തെ രീതിയേ അല്ല. ഇന്ന് പുരാണങ്ങൾ പറയുന്നു, കലിയുഗത്തിൽ വിവാഹം തികച്ചും പൈസയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു ചടങ്ങാണ്. ശരിയാണോ തെറ്റാണോ? എത്ര പേര് സമ്മതിക്കുന്നു? എല്ലാവരും സമ്മതിക്കും. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു ചടങ്ങ്. പണ്ട് അങ്ങനെയല്ല. 11-12 വയസ്സ് കഴിയുമ്പോൾ തന്നെ വിവാഹം നടക്കും. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, പണ്ട് കാലത്ത് കൊച്ചു പ്രായത്തിൽ തന്നെ വിവാഹം നടക്കും. ഇത് ഭക്തജനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു.
കാരണം ഇന്ന് വളരെ വേദനാജനകമായ ഒരു കാര്യം, നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ കുടുംബങ്ങളുടെ ഇടയ്ക്ക് 50% കൂടുതലും വിവാഹമോചനം നടക്കുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ? അല്ലേ? നമ്മുടെ വേദമനുസരിച്ച് വിവാഹമോചനം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ബർത്ത് എന്താ മലയാളത്തിൽ എന്താ പറയാ? ബർത്ത്, ജനനം, ഡെത്ത്, മരണം, ഓൾഡ് ഏജ്, വാർദ്ധക്യം, ഹങ്കർ, വിശപ്പ്, തേഴ്സ്റ്റ്, ദാഹം, എല്ലാത്തിനും ഒരു വാക്കുണ്ട്. ഡിവോഴ്സിന് എന്താണ് മലയാള വാക്ക്? ഡിവോഴ്സിന് മലയാള വാക്ക് എന്താണ്? എന്താണ് മലയാള വാക്ക്? വേണ്ടെന്ന വേർപാടല്ല. വേർപാട് ശരിയായ ഡിവോഴ്സിന്റെ മലയാള വാക്കാണോ? വിവാഹമോചനം ഇത് യഥാർത്ഥ വാക്കല്ല, കൂട്ടിച്ചേർത്ത ഒരു വാക്കാണ്. വിശപ്പ്, ദാഹം, ജനനം, മരണം, വാർദ്ധക്യം, ഇങ്ങനെ ഓരോ ഇതിലുള്ളപ്പോൾ ഡിവോഴ്സിന് ഒരു വാക്കില്ല. വിവാഹമോചനം, തമിഴിൽ വിവാഹറത്ത്, ഇതിന് യഥാർത്ഥ വാക്ക് ഇല്ല. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ആചാരമല്ല. എനിക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമല്ല, ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ? എത്രയോ പേർക്ക് അവർ അച്ഛനുമായിട്ട് വഴക്കുണ്ടല്ലോ, എത്രയോ പേർക്ക് അമ്മയായിട്ട് വഴക്കുണ്ട്, സഹോദരൻ സഹോദരിയായിട്ട് വഴക്കുണ്ട്, എത്രയോ വീട്ടുകളിൽ വഴക്കുണ്ട്. അച്ഛനെ അമ്മയും സഹോദരനെയൊക്കെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തിനാണ് പതി പത്നി മാത്രം ഡിവോഴ്സ് ചെയ്യുന്നത്? സർക്കാർ അനുവദിച്ചത് കൊണ്ട്. അത്രയേ ഉള്ളൂ, വേദം അനുവദിച്ചതല്ല. കാരണം യജ്ഞഹോമാദികൾ നടത്തി ദേവഗണങ്ങളെയും എല്ലാവരെയും സാക്ഷ്യം വഹിച്ച് നടക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ചു, എനിക്ക് കുഞ്ഞുണ്ടായി, അംഗവൈകല്യമുള്ള കുട്ടിയാണ്, ഒരു അംഗഹീനമുണ്ട്, ഹാൻഡിക്യാപ്റ്റാ, കൊണ്ടുപോയി കളയാൻ പറ്റുമോ? ഇല്ല. അപ്പം അച്ഛനെ എനിക്കിഷ്ടമല്ല, എനിക്കും അച്ഛനുമായിട്ട് വഴക്ക് സഹിക്കും, എനിക്കും അമ്മയായിട്ട് വഴക്ക് സഹിക്കും, എൻ്റെ സഹോദരന്മാരായിട്ട് എനിക്ക് വഴക്ക് ഞാൻ സഹിക്കും, എൻ്റെ കുഞ്ഞ് അംഗഹീനത്തോട് ജനിച്ചു അത് ഞാൻ സഹിക്കും. എന്തുകൊണ്ട് ഇത് മാത്രം സഹിക്കുന്നില്ല? സർക്കാർ വേർപിരിയാൻ ഒരു അവസരം കൊടുത്തത് കൊണ്ട്. അത് ശാസ്ത്രവിരുദ്ധമാണ്. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നത് പോലെ കിട്ടില്ല, ചിലതില്ലെങ്കിൽ അങ്ങനെയേ കൊണ്ടുപോവുക. ഇപ്പൊ പഴയ വിവാഹ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ഞാനത് ശരി തെറ്റ് പറയുന്നില്ല, ആ ഒരു കാര്യം മാത്രം ഇവിടെ അവതരിപ്പിക്കുന്നു. ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതും നിങ്ങളുടെ ഉത്തരവാദിത്തം. 11-12 വയസ്സ് കഴിയുമ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ ആഗ്രഹം, കാമം, ഇതെല്ലാം കുഞ്ഞുങ്ങൾക്കൊന്നുമില്ല. കൊച്ചുകുട്ടികൾ നിഷ്കളങ്കര. ഒരു 5 വയസ്സ് 6 വയസ്സ് കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കവിളിൽ കുത്തും, അത് ചെയ്യും, ഇത് ചെയ്യും, പിച്ചും മാന്തും. കാരണം അവരെയൊക്കെ കാണാൻ ഈ ബൾബ് പോലെ ഇങ്ങനെ ഉരുണ്ടിരിക്കും. അവരെ മനസ്സിൽ കാമ, ക്രോധ, മോഹ, ലോഭ, മതം, മാത്സര്യ, അസൂയ ഇതൊന്നും വന്നിട്ടില്ല. ഇപ്പൊ ചിരിക്കും, 2 മിനിറ്റ് കഴിഞ്ഞ് കാര്യം എന്ത് വേണമെങ്കിലും ചെയ്യും. അവര് വളരെ നമ്മളെ വശീകരിക്കും, ആകർഷിക്കും. അപ്പൊ അവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ പതുക്കെ ഒരു 12-13 വയസ്സ് കഴിയുമ്പോൾ മനസ്സിൽ എന്ത് കയറും? കാമക്രോധാദികൾ കയറും. അതുവരെ ബൾബ് പോലെ ഉള്ള മുഖം പെട്ടി പോലെയും ട്രയാങ്കിൾ, സ്ക്വയർ, അവസാനം നമ്മളെ പോലെയൊക്കെ ആവും. മനസ്സിലായില്ലേ? അപ്പൊ ആ ചിന്തിച്ച് തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ അന്ന് കാലത്ത് വിവാഹം നടക്കും. നടന്നിട്ട് എന്ത് പറയും? ആ മീശക്കാരനാണ് നിന്റെ ഭർത്താവ്, അത് അപ്പോഴേ പേടിച്ചിരിക്കും. പിന്നെ അയാളടുത്തും പറയും ഇതാണ് നിന്റെ ഭാര്യ, അയാൾക്ക് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. അങ്ങനെ അടിയിടിയൊക്കെ ഉണ്ടാവും. നമ്മൾ ആരടുത്തെങ്കിലൊക്കെ ചോദിക്കുകയാണ് എങ്ങനെ ജീവിതം എങ്ങനെ പോകുന്നു? ഓ സുഖം, ഞാൻ പൂവും എൻ്റെ പത്നി മണവും, ഞാൻ സ്ക്രൂ ഡ്രൈവറും അവൾ കട്ടിംഗ് പ്ലെയറും, ഞാൻ ലിവറും അവൾ കരൾ എന്നൊക്കെ കള്ള. ഒരു കുടുംബവും അങ്ങനെ ഇല്ല. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പ്രായത്തിൽ ചെയ്യുമ്പോൾ ഈ കുഞ്ഞ് ആ ജനിച്ച നാൾ മുതലേ ആ വ്യക്തിയെ മാത്രം ചിന്തിക്കുന്നു. ആ വ്യക്തിയും ഈ കുട്ടിയെ മാത്രം ചിന്തിക്കും, മനസ്സിൽ വേറെ ഇല്ല. അതുകൊണ്ട് ആ കുടുംബത്തിൽ ജനിക്കുന്ന സന്താനങ്ങൾ, അതായത് ചിലരൊക്കെ വന്ന് പറയാറുണ്ട് ഞാൻ ചെയ്തത് ശരിയാ, എൻ്റെ വൈഫ് മനസ്സിലാക്കുന്നില്ല. വൈഫ് പറയും എത്ര പറഞ്ഞാലും ഇയാൾക്ക് മനസ്സിലാവില്ല.
ഇത് വിട്ടുവീഴ്ചയാണ്. ആർക്കു വേണ്ടിയാ വിട്ടുവീഴ്ച ചെയ്യുന്നത്? അവിടെ ജനിക്കുന്ന സന്താനങ്ങൾക്ക് വേണ്ടി. ഇവിടെ ശരി തെറ്റിന് സ്ഥാനമില്ല. ഞാൻ ശരി, അവൾ തെറ്റു, അവൾ ശരി, ഞാൻ തെറ്റു. ഇവിടെ ശരിക്കും തെറ്റിനും സ്ഥാനമില്ല. സഹിച്ചാൽ ഉണ്ടാകുന്ന സന്താനം ഈശ്വരന് പ്രിയപ്പെട്ടതായിരിക്കും. അല്ലെങ്കിൽ ബിൻ ലാദൻ ആ വീട്ടിൽ ജനിക്കും. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല. എല്ലാവരും 20, 23, 25 ലോകം അറിഞ്ഞതിന് ശേഷമാണ് വിവാഹം കഴിക്കുന്നത്. കോളേജുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൺകുട്ടിയുടെ മുറിയിൽ പോയാൽ എല്ലാ സിനിമാ നടിയുടെ പടവും ചിത്രവും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. പെൺകുട്ടികളുടെ മുറിയിൽ പോയാൽ എല്ലാ നടന്മാരുടെ പടവും കാണും. രാവിലെ എണീറ്റ ഉടനെ കൗസല്യ, സുപ്രജ, ഷാരൂഖ് ഖാൻ, നമസ്തേ ഇതെല്ലാം പറഞ്ഞു. ഒരു മനസ്സിൽ 1000 വ്യക്തികൾ കടന്നു കയറി ഇറങ്ങി. പിന്നെ എങ്ങനെ ഉണ്ടാവും? അപ്പൊ പണ്ട് ബാല്യവിവാഹത്തിനൊരർത്ഥമുണ്ടായിരുന്നു. ഞാൻ അതിന് റെക്കമെൻഡ് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ചൊന്നുമില്ല. കാര്യം ഇവിടെ അവതരിപ്പിക്കുന്നു. അതേപോലെ 4 വർണ്ണങ്ങൾ: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഇതിൽ ബ്രാഹ്മണർ മാത്രം പൊരുത്തം നോക്കി കല്യാണം കഴിക്കും. എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് പത്നി സമേതനായിരുന്ന് യജ്ഞഹോമാദികൾ ചെയ്യണം, പൂജകൾ ചെയ്യണം. യജ്ഞം ചെയ്യുമ്പോൾ പത്നി ഇല്ലാതെ ചെയ്താൽ ആ യാഗം പൂർത്തിയാവുകയില്ല. രാമായണത്തിൽ ശ്രീരാമൻ യജ്ഞം ചെയ്യുമ്പോൾ സീത ഇല്ലാതെ പോയപ്പോൾ കാനന സീതയെ ഉണ്ടാക്കിയാണ് യജ്ഞം വളർത്തിയത്. അപ്പം അതുകൊണ്ട് ബ്രാഹ്മണർ മാത്രം ജാതകം നോക്കി വിവാഹം ചെയ്യും. എന്നേക്കും നമുക്ക് ഒരുമിച്ചിരിക്കണം എന്ന്. ക്ഷത്രിയർ ജാതകം നോക്കാറില്ല. കൃഷ്ണ ഭഗവാൻ രുക്മിണിയെ ജാതകം നോക്കിയാ തട്ടിക്കൊണ്ടുപോയത്? ഇല്ല. ക്ഷത്രിയ വിവാഹത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ജീവിച്ചാലും മതി. എൻ്റെ ഗർഭത്തിൽ ഒരു മഹായോദ്ധാവ്, ഒരു ക്ഷത്രിയൻ, ഒരു വീരപുരുഷൻ, ഈ രാജ്യത്തിനെ സംരക്ഷിക്കുന്ന ഒരു വീരൻ എനിക്ക് മകനായി ജനിക്കുക. അത്രയേ ഉള്ളൂ അവരുടെ ആഗ്രഹം. കാരണം ക്ഷത്രിയനെ വിവാഹം കഴിച്ചാൽ എപ്പോൾ വേണമെങ്കിലും അയാൾ യുദ്ധത്തിന് പോകാം, എപ്പോൾ വേണമെങ്കിലും മരിക്കുകയും ചെയ്യാം. ക്ഷത്രിയ വിവാഹത്തിന് നിശ്ചയമില്ല. അവിടെ ഇഷ്ടം ഒരു വീരപുത്രനെ ഗർഭത്തിൽ ധരിക്കുക. പിന്നെ മൂന്നാമത്തത് വൈശ്യവിവാഹം. വൈശ്യവിവാഹത്തിലാണ് എന്ത് ചെയ്യുന്നത്? അങ്ങോട്ട് എത്ര കൊടുക്കും, ഇങ്ങോട്ട് എത്ര കൊടുക്കും, കച്ചവടം ഉറപ്പിക്കുക. ഇങ്ങനെ 4 തരം. ശൂദ്രവിവാഹം ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല. ബ്രാഹ്മണ വിവാഹം ജാതകം നോക്കും, യജ്ഞഹോമാദികൾ ചെയ്യാനും നീണ്ടകാലം ഒരുമിച്ചിരിക്കാനും. ക്ഷത്രിയ വിവാഹത്തിൽ ജാതകമില്ല. കുഞ്ഞ് ഒരു ദിവസം ജീവിച്ചാലും ഒരു ക്ഷത്രിയ പുത്രൻ, രാജകുമാരൻ മകനായി ജനിക്കും. വൈശ്യവിവാഹത്തിൽ കച്ചവടം. കലികാലത്തിൽ നടക്കുന്ന വിവാഹങ്ങളെല്ലാം ബ്രാഹ്മണ വിവാഹമാണോ, ക്ഷത്രിയ വിവാഹമാണോ, വൈശ്യവിവാഹമാണോ? 99% വൈശ്യവിവാഹം മാത്രം. ഇവിടെ വെറും കച്ചവടം മാത്രം. അവിടെ ഈശ്വരനെ കുറിച്ച് ചിന്തയില്ല, ഒന്നുമില്ല. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ, വിവാഹം കഴിഞ്ഞ കയ്യോടെ പഴവും പാലും കൊടുക്കും. ഉച്ഛിഷ്ടം, ചോര, ശുക്ലം, വിയർപ്പ്, ഇത് 4ൽ കൂടെയാണ് ഒരാളുടെ കർമ്മഫലം ഇനി ഒരാൾക്ക് പോകുന്നത്. അപ്പൊ 2 വ്യത്യസ്തമായ കുടുംബം, 2 സാഹചര്യം, 2 സംസ്കാരത്തിൽ ജനിച്ചവരെ ഒരുമിച്ചിട്ടാൽ അടിയുണ്ടാകും. അതുകൊണ്ടാണ് പാലും പഴവും കൊടുക്കുന്നത്. ഒരാളുടെ ഉച്ഛിഷ്ടം ഇനി ഒരാൾക്ക് പോകാൻ, കർമ്മത്തിൽ എന്തെങ്കിലും ബന്ധനമുണ്ടാകട്ടെ എന്ന് വേദം പ്രതീക്ഷിക്കുന്നു. എന്നിട്ടും 3 ദിവസം കഴിഞ്ഞ് 2 ദിശയിലായി പോകും. അഡ്ജസ്റ്റ്മെന്റ്. അതായത് എൻ്റെ ഗുരുദേവൻ ഒരിക്കൽ രഹസ്യം പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, വിജയകരമായ കുടുംബജീവിതത്തിന് 3 രഹസ്യങ്ങളുണ്ട്. 1 വിട്ടുവീഴ്ച, 2 വിട്ടുവീഴ്ച, 3 വിട്ടുവീഴ്ച. അത്രയേ ഉള്ളൂ. ആര് വീഴുന്നു ആര് വിടുന്നു എന്നുള്ളതല്ല ചുരുക്കത്തിൽ. അല്ലാതെ ഒരു കുടുംബവും വിജയിക്കത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്ന, സമൂഹത്തിന് നന്മയുണ്ടാക്കുന്ന, സാത്വികമായ ചിന്തയുള്ള സന്താനങ്ങളുണ്ടാകും. രുക്മിണി വിദർഭ രാജ്യത്തിൽ രാജകുമാരി. കുട്ടിക്കാലം മുതലേ ഭഗവാനെ കുറിച്ച് കേട്ട് 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 ഹൃദയത്തിൽ ഭഗവാന്റെ അടുത്ത് വലിയ ഒരു മോഹം, ആഗ്രഹം വളർത്തി. മീറാബായും അതുപോലെ തന്നെയാണ്. കുട്ടിക്കാലം മുതലേ ഭഗവാനെ കുറിച്ച് കേട്ടു. അപ്പൊ രുക്മിണി തൻ്റെ ചെറിയ പ്രായം തൊട്ടേ കൃഷ്ണനെ കുറിച്ച് കേട്ട് 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 ഹൃദയത്തിൽ കൃഷ്ണനെ തന്നെ വരനായി സ്വീകരിക്കണം എന്ന് ആഗ്രഹിച്ചു. ഭഗവാനെ കുറിച്ച് കേൾക്കും. ഏത് വിഷയമാണോ നിരന്തരം കേൾക്കുന്നത്,
ആ വിഷയത്തിൽ നമുക്കൊരു ആസക്തി ഉണ്ടാകും. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് എന്നും കേട്ടാൽ കുറച്ച് പൈസ കൊണ്ടുപോയി കളയണമെന്ന് തോന്നും. അരിക്കച്ചവടക്കാരൻ്റെ അടുത്ത് അരി കൊടുത്ത് ദിവസം കേട്ട് നമുക്ക് അരിക്കച്ചവടം ചെയ്താൽ ഏത് വിഷയമാണോ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ വിഷയത്തിൽ ആസക്തി ഉണ്ടാകും. ഭഗവാനെ കുറിച്ച് നിരന്തരം കേട്ടാൽ ഭഗവാന്റെ അടുത്ത് ഒരു ആസക്തി ഉണ്ടാകും. തവ കഥാമൃതം തപ്തജീവനം കവിവിരീദിതം കൽമശാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃഹന്തി യേ ഭൂരിധാ ജനാ. അതിനാണ് ഈ സത്സംഗം കൂടുന്നത്. ഇവിടെ ആരെക്കുറിച്ചാണ് നമ്മൾ നിരന്തരം കേൾക്കുന്നത്? ഭഗവാനെ കുറിച്ച്. സാത്വികം, സനാതനം, സന്തോഷം, ഇത് മൂന്നും ചേരുന്നതാണ് സത്സംഗം. അങ്ങനെ രുക്മിണി ദേവി സദാസമയവും ഭഗവാനെ കുറിച്ച് കേട്ട് 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 ഭഗവാന്റെ അടുത്ത് വലിയ മോഹമായി. അങ്ങനെ വിദർഭ രാജ്യത്തിലുള്ള എല്ലാവരും രുക്മിണിയെ ഭഗവാന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചു. ഒരാൾക്ക് മാത്രം ഇഷ്ടമല്ലായിരുന്നു. ആർക്കാ ഇഷ്ടമല്ല? ആർക്കിഷ്ടമല്ല? മൂത്ത സഹോദരൻ രുക്മിണിയുടെ ജ്യേഷ്ഠൻ രുക്മിക്ക് മാത്രം ഇഷ്ടമല്ല. തൻ്റെ ഉത്തമ സുഹൃത്തായ ശിശുപാലന് കൊടുക്കണം എന്നാണ് ആഗ്രഹം. എല്ലാവർക്കും രുക്മിണിയെ ഭഗവാന് കൊടുക്കണം എന്ന ആഗ്രഹം. പക്ഷേ രുക്മിണിയടുത്തുള്ള ഭയം കാരണം ആരും എതിർത്ത് പറഞ്ഞില്ല. അങ്ങനെ രുക്മിണിയുടെ സ്വയംവരം നിശ്ചയമായി. രുക്മിണിയുടെ സൗന്ദര്യം അതിമനോഹരമായി ഭാഗവതവും മഹാഭാരതവും വർണ്ണിക്കുന്നുണ്ട്. സുന്ദരിയായ സ്ത്രീയാ രുക്മിണി. അപ്പൊ രുക്മിണിയെ വിവാഹം ചെയ്യാനായിട്ട് എല്ലാ രാജാക്കന്മാരും രാജകുമാരന്മാരും എല്ലാവരും മോഹിച്ചു. അങ്ങനെ രുക്മിണിയുടെ സ്വയംവരം നിശ്ചയമായി. രാജ്യത്തിലുള്ള സർവത്ര രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കും ക്ഷണക്കത്തുണ്ടായിരുന്നു. പക്ഷേ ഭഗവാന് മാത്രം കത്തയച്ചില്ല, ക്ഷണക്കത്തയച്ചില്ല. കാരണം രുക്മിക്ക് അറിയാം, സഹോദരന് അറിയാം, ഭഗവാൻ ഇവിടെ സ്വയംവരത്തിന് വന്നാൽ എല്ലാവരെയും തോൽപ്പിച്ചിട്ട് രുക്മിണി ആരെ കൊണ്ടുപോകും? ഭഗവാൻ കൊണ്ടുപോകും. അതുകൊണ്ട് മനഃപൂർവ്വം കത്ത് ഭഗവാന് മാത്രം അയച്ചില്ല, ബാക്കി എല്ലാവർക്കും അയച്ചു. 3 ദിവസത്തിൽ സ്വയംവരം. അപ്പൊ അതുകൊണ്ട് രുക്മിണിയുടെ കരം ഗ്രഹിക്കാനായിട്ട് പല രാജ്യത്തിലിരുന്നും രാജാക്കന്മാർ വന്നിരുന്നു. അംഗദേശം, വിദർഭദേശം, ഭോജവംശം, എല്ലാ സ്ഥലത്തിരുന്നും രാജാക്കന്മാർ അവിടെ വിദർഭ നാട്ടിൽ ഒത്തുകൂടി. പക്ഷേ രുക്മിണിയുടെ മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ശരീരം കർമ്മണാ മനസാ വാചാ സർവ അവസ്ഥാസു സർവത. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ എല്ലാം കൃഷ്ണ ഭഗവാന് മാത്രം സമർപ്പണം. ഈ ശരീരത്തിൽ ഭഗവാനല്ലാതെ വേറെ ഒരു പുരുഷൻ വന്ന് മാല ചാർത്തരുത് എന്ന് ഭിന്നമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു രുക്മിണിക്ക്. പക്ഷേ ആരെടുത്ത് ചെന്ന് പറയും? ധൈര്യമില്ല. അപ്പോൾ ഒരു സാധു ബ്രാഹ്മണനെ വിളിച്ച് ഒരു കത്ത് എഴുതി കൊടുത്തു. എനിക്ക് തോന്നി ഇതൊക്കെയാണ് ആദ്യത്തെ പ്രേമലേഖനം. രുക്മിണി എഴുതി കൊടുത്തു. അതേപോലെ ശകുന്തള ദുഷ്യന്തന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രുക്മിണി ഒരു കത്തെഴുതി, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ, എൻ്റെ ബോധം, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം ഞാൻ ഭഗവാന് സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാനല്ലാതെ വേറെ ഒരു പുരുഷൻ വന്ന് ഈ ദേഹത്ത് മാല ചാർത്തരുത്. ഇനിയും 3 ദിവസത്തിൽ എനിക്ക് സ്വയംവരം. കൃഷ്ണ ഭഗവാൻ ആ ദിവസം വന്നില്ലെങ്കിൽ ഈ ജീവനില്ലാത്ത ശരീരമായിരിക്കും ശിശുപാലൻ കൊണ്ടുപോകുന്നത് എന്നെല്ലാം പറഞ്ഞ് ഒരു കത്തയച്ചു ഒരു ബ്രാഹ്മണന്റെ കയ്യിൽ. വിദർഭ രാജ്യത്തിലിരുന്ന് ഈ ബ്രാഹ്മണൻ നടന്നാണ് ഇവിടെ ദ്വാരകയിലെത്തുന്നത്. അന്ന് ദ്വാരകയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. ഭഗവാൻ മാത്രം തൻ്റെ ഊഞ്ഞാലിൽ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് ഭഗവാൻ ഉറങ്ങാതെ കാത്തിരിക്കുന്നു? ഭഗവാൻ എന്തുകൊണ്ടാണ് ഉറങ്ങാതെ കാത്തിരിക്കുന്നത്? ഭഗവാൻ ഒരു കത്ത് വരുന്ന കാര്യം അറിയാം. അതുകൊണ്ട് ഭഗവാൻ ഉറങ്ങാതെ കാത്തിരിക്കും. ശരി, ഹരേ കൃഷ്ണ. നമുക്ക് സമയമായി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തുടരാം. ജയ ജയ ഭാഗവത.
देवा जय जय भागवता जय जय